ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ട ഒരേയൊരു കാര്യം ഒരു വാർത്താ അവതാരകൻ അദ്ദേഹം എഴുതിയതായി പറയപ്പെടുന്ന നിരവധി പേജുകളുള്ള ഒരു കത്ത് വായിച്ചു എന്നതാണ്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്ന അതേ ആക്രമണങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും അംഗവൈകല്യമുള്ളവനാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അർത്ഥവത്താകുമായിരുന്നു. ആ ആക്രമണങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം ഒരേ സ്ഥലത്തായിരുന്നില്ലെന്ന് പറയുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മുഖത്ത് ഗുരുതരമായ മുറിവേറ്റിരുന്നു, കാലുകൾക്ക് പരിക്കേറ്റിരുന്നു, ഒരു കാൽ നഷ്ടപ്പെട്ടിരിക്കാം, ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിരിക്കാം, കോമയിലായിരിക്കാം, ഇതെല്ലാം വരെ. ഞാൻ പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് പറയാം. നമുക്കറിയില്ല. അത്രയേയുള്ളൂ. ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതിനാൽ ലോറൻ ജോണിയെ യഥാർത്ഥ തീരുമാനമെടുക്കുന്നയാളായി കണക്കാക്കി, അടിസ്ഥാനപരമായി രാജ്യം ഭരിക്കുകയും ഈ യുദ്ധത്തോടുള്ള ഭരണകൂടത്തിന്റെ പ്രതികരണം നിയന്ത്രിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് പോക്കറ്റ് തീർന്നു. മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് മാറാൻ കഴിയും, പക്ഷേ അവർക്ക് അതേ ഗുരുത്വാകർഷണം, അതേ അംഗീകാരം, ലോറൻ ജോണിനുണ്ടായിരുന്ന അതേ പിന്തുടരൽ ഉണ്ടാകില്ല. അതിനാൽ കാലക്രമേണ അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് ഫലപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഇസ്രായേലികൾ എപ്പോൾ പുറത്താക്കിയെന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു. ഇത് ശരിക്കും ഹിസ്ബുള്ളയെ തടയുമോ അതോ ഇത് ശരിക്കും തടയുമോ? കാലക്രമേണ ഞങ്ങൾ കണ്ടെത്തിയത് അതെ, അത് ശരിക്കും ഹിസ്ബുള്ളയെ മന്ദഗതിയിലാക്കി. ഇസ്രായേൽ വളരെക്കാലമായി അവിടെയുണ്ട്. അതുപോലുള്ള ഒരു പ്രധാന നേതാവിനെ പുറത്താക്കുമ്പോൾ അവർക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കുറച്ച് സമയമെടുക്കും. ഇസ്രായേലിൽ സമയം പുലർച്ചെ രാത്രി 2 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.